2026 PSC ചോദിച്ച ഒട്ടുമിക്ക ഹിസ്റ്ററി ചോദ്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ 2026 ചോദ്യങ്ങളാണ് ആദ്യത്തേത്. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആരാണ്? സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്? CR ദാസ്, മോത്തിലാൽ നെഹ്റു. CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. അഭിനവ് ഭാരത് സ്ഥാപിച്ചത് ആരാണ്? VD സവർക്കറാണ് അഭിനവ് ഭാരത് എന്ന സംഘടന സ്ഥാപിച്ചത്. ബാസ്റ്റിൽ ജയിൽ ആക്രമണം നടന്നത് എപ്പോഴാണ്? 1789 ജൂലൈ 14. 1789 ജൂലൈ 14 ബാസ്റ്റിൽ ജയിൽ ആക്രമണം നടന്നത്. നെപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തിയായ വർഷം ഏതാണ്? 1804. 1804 നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രഞ്ചിൻ്റെ ചക്രവർത്തിയായത്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? 1936. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം ഏതാണ്? 1888. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. മലബാറിലെ ബ്രിട്ടീഷ് ഭരണം ഏത് രീതിയിലുള്ളതായിരുന്നു? നേരിട്ടുള്ള ഭരണമായിരുന്നു. മലബാറിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചത് നേരിട്ടുള്ള ഭരണത്തിലായിരുന്നു. 1.25 കോടി മലയാളികൾ എന്ന കൃതി എഴുതിയത് ആരാണ്? 1.25 കോടി മലയാളികൾ എഴുതിയത് ആരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന കൃതി എഴുതിയത്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. ഇരയിലി എന്നത് ഏത് ഭരണാധികാരിയുമായി ബന്ധപ്പെടുന്നതാണ്? മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെടുന്നതാണ് ഇരയിലി എന്നത്. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാം 2026 ക്വസ്റ്റ്യൻസ് ആണ്. കാൺപൂരിൽ 1857 കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബാണ് 1857 കലാപത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. ലക്നൌവിൽ 1857 കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അത് ബീഗം ഹസ്രത് മഹൽ ആണ്. ബീഗം ഹസ്രത് മഹൽ നേതൃത്വം നൽകിയത് ലക്നൌവിൽ ആണ്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ് സത്യശോധക് സമാജം സ്ഥാപിച്ചത്. ചോദ്യരൂപം കുറച്ച് ലളിതമാക്കുന്നു എന്നേ ഉള്ളൂ, എല്ലാം PYQ തന്നെയാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? AK ഗോപാലനാണ് പട്ടിണി ജാഥ നയിച്ചത്. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെടുന്ന ഒരു മാർച്ചാണ് ലോങ് മാർച്ച് എന്നത്. വേദാധികാര നിരൂപണം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാണ് വേദാധികാര നിരൂപണം എന്നത്. 1916 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ് 1916 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷത വഹിച്ചത്. ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏത്? ഓപ്ഷനിൽ ചൗരി ചൗര, നിയമലംഘനം, നിസ്സഹകരണം ഇതെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഓപ്ഷൻ വിട്ടതാണ്. ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതാണ്? സ്വദേശി പ്രസ്ഥാനമാണ്. ഇന്ത്യ UN അംഗമായത് എപ്പോഴാണ്? 1945 ഒക്ടോബർ 30. 1945 ഒക്ടോബർ 30 ഇന്ത്യ യുണൈറ്റഡ് നേഷൻസിൽ അംഗമായത്. പ്രാചീന മലയാളം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്. ആദിഭാഷ രചിച്ചത് ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് പ്രാചീന മലയാളം, ആദിഭാഷ എന്നിവ. നെക്സ്റ്റ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞതാരാണ്? ലൂയി 15 ആണ്.
ലൂയി 15-മനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. സോഷ്യൽ കോൺട്രാക്റ്റ് രചിച്ചത് ആരാണ്? റുസോ ആണ്. റുസോയുടെ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ് എന്നത്. ലോങ് മാർച്ച് നയിച്ചത് ആരാണ്? മാവോ സേതുങ് ആണ്. മാവോ സേതുങ് ആണ് ലോങ് മാർച്ച് നയിച്ചത്. 1857 കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബഹദൂർ ഷാ സഫർ ആണ്. ബഹദൂർ ഷാ സഫർ എവിടെയാണ് നേതൃത്വം നൽകിയത്? 1857 കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം വഹിച്ചത് ബഹദൂർ ഷാ സഫർ ആണ്. ഇൻ മെമ്മോറിയം വരച്ചത് ആരാണ്? ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ആരാണ്? ജോസഫ് നോയൽ പാറ്റേൺ ആണ്. ജോസഫ് നോയൽ പാറ്റേണിന്റെ ഒരു ചിത്രമാണ് ഇൻ മെമ്മോറിയം. അദ്ദേഹമാണ് ഇൻ മെമ്മോറിയം വരച്ചത്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിർത്തിയ സമരം ഏതാണ്? നിസ്സഹകരണ സമരം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിർത്തിയ സമരം ഏതാണ്? അത് നിസ്സഹകരണ സമരം ആണ്. നിസ്സഹകരണ പ്രസ്ഥാനം. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1792. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ രൂപീകരിച്ചത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം നടന്ന വർഷം ഏതാണ്? 1729. 1729 മാർത്താണ്ഡവർമ്മ അധികാരത്തെ ഏറ്റത്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. 1741 കുളച്ചൽ യുദ്ധം നടത്തിയത്. 2026 നടന്ന മറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അഹമ്മദാബാദ് സമരം നടന്ന വർഷം ഏതാണ്? 1918. അഹമ്മദാബാദ് സമരം നടന്നത് 1918. ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ്? അഹമ്മദാബാദ് സമരമാണ്. അഹമ്മദാബാദ് സമരമാണ് 1918 നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരവും ഏതാണ്? അത് അഹമ്മദാബാദ് സമരം ആണ്. ഖേദ സത്യാഗ്രഹം ഏത് സമരമായിരുന്നു? ഏത് തരത്തിലുള്ള സമരമാണ്? നികുതി നിഷേധ സമരമായിരുന്നു ഖേദ സത്യാഗ്രഹം. നികുതി നിഷേധിക്കാനുള്ള സമരമായിരുന്നു ഖേദ സത്യാഗ്രഹം. എനിക്ക് രക്തം തരൂ എന്ന് പറഞ്ഞത് ആരാണ്? അതായത് എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? അത് ബാലഗംഗാധര തിലകനാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചത് ഗാന്ധിജി ആണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏതാണ്? അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജിയെ ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ക്ഷണിച്ചത് ആരാണ്? രാജ്കുമാർ ശുക്ലയാണ്. ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ചത് ആരാണ്? രാജ്കുമാർ ശുക്ലയാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് ആരാണ്? അത് രാജ്കുമാർ ശുക്ല തന്നെയാണ്. ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? ദണ്ഡിയാണ്. ഉപ്പ് സത്യാഗ്രഹം നടന്നത് ദണ്ഡിയാണ്. ഈ ദണ്ഡി എന്ന പ്രദേശം എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. വിവേകോദയം ആരംഭിച്ചത് ആരാണ്? കുമാരനാശാൻ ആണ്. കുമാരനാശാനാണ് വിവേകോദയം എന്ന പത്രം ആരംഭിച്ചത്. അയ്യങ്കാളി നയിച്ച സ്കൂൾ സമരം ഏതാണ്? കണ്ടല ലഹളയാണ്. കണ്ടല ലഹള നയിച്ചത് ആരാണ്? അത് അയ്യങ്കാളി ആണ്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തത് ഏതാണ്? പ്രാചീന മലയാളം. ഓപ്ഷനിൽ പ്രാചീന മലയാളമാണ്. പ്രാചീന മലയാളം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. രാജസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ഇല്ലിക്കുന്നിലാണ്. ഇല്ലിക്കുന്ന് ബംഗ്ലാവിലാണ് രാജസമാചാരം പ്രസിദ്ധീകരിച്ചത്.
കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. കേരള സന്ദർശനത്തിലാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിലെ അനാചാരങ്ങളെയും മതപരമായിട്ടുള്ള വിവേകത്തെയും കണ്ട് അദ്ദേഹം ഭ്രാന്താലയം എന്ന് കേരളത്തെ വിളിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. സർവമത സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ആലുവയിലാണ്. 1924 ഗാന്ധിജിയാണ് സർവമത സമ്മേളനം നടത്തിയത്. ആലുവ സർവമത സമ്മേളനം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിളിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്. റിപ്പീറ്റ് ആണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ അപ്പച്ചൻ. കുമാര ഗുരുദേവൻ എന്നറിയപ്പെട്ട പൊയ്കയിൽ അപ്പച്ചനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? പത്തനംതിട്ടയിലെ ഇരവൂരാണ്. ഇരവപേരൂരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏതാണ്? 1797. 1797 ഒന്നാമത്തെ പഴശ്ശി യുദ്ധം അവസാനിച്ചത്. കുണ്ടറ വിളംബരം നടന്നത് എപ്പോഴാണ്? 1809 ജനുവരി 11. വേലുത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. കിള്ളിക്കുറിശി മംഗലവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരാണ് കിള്ളിക്കുറിശി മംഗലവുമായി ബന്ധപ്പെട്ട വ്യക്തി. കിള്ളിക്കുറിശി മംഗലത്തിൽ ജനിച്ച വ്യക്തിയാണ് കുഞ്ചൻ നമ്പ്യാർ. MGS നാരായണൻ രചിച്ച ഗ്രന്ഥം ഏതാണ്? പെരുമാൾസ് ഓഫ് കേരള എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? MGS നാരായണൻ ആണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? അത് ആത്മാറാം പാണ്ഡുരംഗ് ആണ്. ആത്മാറാം പാണ്ഡുരംഗ് ആണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? ആര്യസമാജമാണ്. ആര്യസമാജമാണ് ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത്. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ച ആര്യസമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം ഏതാണ്? 1789. 1789 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായി ബന്ധപ്പെടുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുന്നതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഗദ്ദാർ പാർട്ടി സ്ഥാപിക്കപ്പെട്ടത് ഏത് നഗരത്തിലാണ്? സാൻ ഫ്രാൻസിസ്കോയിലാണ് ഗദ്ദാർ പാർട്ടി സ്ഥാപിക്കപ്പെട്ടത്. ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ലാല ഹർദലാൽ ആണ്. തിരുവിതാംകൂറിലെ നികുതി ഇളവ് സമ്പ്രദായമായ ഇരയിളി നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? മാർത്താണ്ഡവർമ്മയാണ്. ഈ ഇരയിളി എന്ന ചോദ്യം മുന്നും കണ്ടിരുന്നു. അത് നടപ്പിലാക്കിയത് ആരാണെന്നായിരുന്നു. അത് മാർത്താണ്ഡവർമ്മയാണ്. അത് എന്ത് സമ്പ്രദായമാണ്? നികുതി ഇളവ് സമ്പ്രദായമാണ് ഇരയിളി. നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മയാണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ്? വീരേശലിംഗം പന്തലുവാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. ചരിത്രകാരൻ MGS നാരായണൻ അന്തരിച്ചത് എന്നാണ്? MGS നാരായണന്റെ ഒരു കൃതി കണ്ടു, പെരുമാൾസ് ഓഫ് കേരള. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. MGS നാരായണൻ അന്തരിച്ചത് എപ്പോഴാണ്? 2025 ഏപ്രിൽ 26. 2025 ഏപ്രിൽ 26 ചരിത്രകാരനായ MGS നാരായണൻ അന്തരിച്ചത്. സാൻ മിൻ ചുയി എന്ന തത്വം മുന്നോട്ട് വെച്ചത് ആരാണ്? സൺ യാറ്റ്സൻ ആണ്. സാൻ മിൻ ചുയി മുന്നോട്ട് വെച്ചിരിക്കുന്ന തത്വം ആണ്. ലൈഫ് വീക്ക്ലി സ്ഥാപിച്ചത് ആരാണ്? സാവോ താവോ ഫെൻ ആണ് ലൈഫ് വീക്ക്ലി സ്ഥാപിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? അത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ് INCയിലെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ്? 1917. 1917 ആനി ബസന്റ് INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു.
അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ്? അത് മുന്നേ കണ്ടിരുന്നു. അത് വർഷമാണ് ചോദിച്ചത്, 1888. ഇത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നാണ്? ശ്രീനാരായണ ഗുരു ആണ്. റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് ആരാണ്? തോമസ് ജോൺസ് വാർക്കർ ആണ്. തോമസ് ജോൺസ് വാർക്കർ ആണ് റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത്. 1857 കലാപത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത് മഹൽ ആണ്. ഈ ക്വസ്റ്റ്യന് മുന്നേ ഒരു എക്സാമിൽ കണ്ടിരുന്നു. ബീഗം ഹസ്രത് മഹൽ ആണ് 1857 റിവോൾട്ടിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത്. 1857 കലാപത്തിൽ ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ആരാണ്? മൗലവി അഹമ്മദുള്ള. മൗലവി അഹമ്മദുള്ളയാണ് 1857 റിവോൾട്ടിൽ ഫൈസാബാദിൽ നേതൃത്വം നൽകിയത്. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1917 ഈ 1917 INCയിൽ ആദ്യ വനിതാ പ്രസിഡന്റായിട്ട് അനി ബസന്റ് അധികാരമേറ്റത്. 1857 കലാപം ആരംഭിച്ച തീയതി ഏതാണ്? 1857 മെയ് 10 1857 മെയ് 10 1857 കലാപം ആരംഭിച്ചത്. കലാപം ആരംഭിച്ച സ്ഥലം ഏതാണ്? മീററ്റിലാണ്. മീററ്റിലാണ് 1857 കലാപം ആരംഭിച്ചത്. 1857 കലാപത്തിൽ ബീഹാറിലെ ആരയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ആരയിൽ നേതൃത്വം നൽകിയത്? കൻവർ സിംഗ്. കൻവർ സിംഗ് ബീഹാറിലെ ആരയിൽ നേതൃത്വം നൽകി. കൻവർ സിംഗ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ്? അത് വീരേശലിംഗം പന്തിലുമാണ്. ചെറുകാട് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? സി ഗോവിന്ദ പിഷാരടി. സി ഗോവിന്ദ പിഷാരടിയാണ് ചെറുകാട് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത്. ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? പി സി കുട്ടിക്കൃഷ്ണൻ. പി സി കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. പാറപ്പുറം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കെ ഇ മത്തായി. കെ ഇ മത്തായിയാണ് പാറപ്പുറം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചെറുകാട് സി ഗോവിന്ദ പിഷാരടി, ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ, പാറപ്പുറം കെ ഇ മത്തായി. ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച നേതാക്കൾ ആരെല്ലാമായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഖേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് അതിലുണ്ടായിരുന്ന ഒരു പ്രാദേശിക നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. നെക്സ്റ്റ് ഒരു വ്യക്തി ഇന്ദുലാൽ യാഗ്നിക് എന്നിവരാണ്. ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച് പിന്താങ്ങി വന്ന നേതാക്കൾ ആരെല്ലാമാണ്? സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക് എന്നിവരാണ്. നന്ദനാർ എന്നറിയപ്പെടുന്നത് ആരാണ്? പി സി ഗോപാലനാണ്. അക്കാമ ചെറിയാനെ ഝാൻസി റാണി എന്ന് വിളിച്ചത് ആരാണ്? അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിളിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. സാരംഗിണി പരിണയം രചിച്ചത് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. സാരംഗിണി പരിണയം എന്നത് രചിച്ചത് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. പഴശ്ശിരാജ സിനിമയുടെ തിരക്കഥ രചിച്ചത് ആരാണ്? MT ആണ്. MT വാസുദേവൻ നായരാണ് പഴശ്ശിരാജ എന്ന ഫിലിമിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. സവർണ ജാഥയുമായി ബന്ധപ്പെട്ട സമരം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, അങ്ങനെ ധാരാളം ഉണ്ടാവും. പക്ഷെ ഓർക്കുക, വൈക്കം സത്യാഗ്രഹമാണ് സവർണ ജാഥയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ വർഷം ഏതാണ്? 1924 കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യ റെയിൽവേ പാത ഏതാണ്? കേരളത്തിലെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യ റെയിൽ പാത ഏതാണ്? ബേപ്പൂർ ടു തിരൂരാണ്. ബേപ്പൂർ മുതൽ തിരൂർ പോകുന്ന റെയിൽ പാതയാണ് കേരളത്തിലെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യ റെയിൽ പാത. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിൽ എല്ലാം മുട്ടിപ്പുള്ളി കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചതാരാണ്? ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതാരാണ്? അത് അയ്യങ്കാളിയാണ്. ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് ആരാണ്? APJ ആണ്. കേരളത്തിലെ ആദ്യ കർഷക തൊഴിലാളി സമരം നടന്ന സ്ഥലം ഏതാണ്? വെങ്ങാനൂരിലാണ്. കേരളത്തിലെ ആദ്യ കർഷക തൊഴിലാളി സമരം നടന്നത് വെങ്ങാനൂരിലാണ്. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏതാണ്? പയ്യന്നൂരിൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1928
ഈ ക്വസ്റ്റ്യൻസ് എല്ലാം PYQ ആണ്. 2026 ചോദിച്ച ചോദ്യോത്തരങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.